നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. ഇറാനിൽ യുദ്ധത്തിന്റെ ഒന്നാം നാൾ അമേരിക്ക വധിച്ച ആയത്തുള്ള അലി ഖമനേയിക്ക് വിട നൽകാൻ ഇറാൻ. മുൻ പരമോന്നത നേതാവിന്റെ വിലാപയാത്ര ഇന്ന് തുടങ്ങും. നാളെ ഖോമിൽ, മറ്റന്നാൾ ഇറാഖിലെ പുണ്യസ്ഥലങ്ങൾ വലം വയ്ക്കും. സംസ്കാരം 9-ാം തീയതി ജന്മനാടായ മഷാദിൽ ഇല്ലാതാക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി ഭയന്ന് പങ്കെടുക്കാതെ മുസ്തഫ ഖമനേയി. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയ റഷ്യ. തലസ്ഥാനമായ കീവിലേക്ക് ഇന്നലെ രാത്രി തുടർ മിസൈൽ ആക്രമണങ്ങൾ. പലതവണ ആക്രമണമുണ്ടായെന്ന് വാർത്താ ഏജൻസി AFP. തന്ത്രപ്രധാന പട്ടണമായ കുസ്റ്റിയാൻവിക് പിടിക്കാനുള്ള പോരാട്ടം ശക്തമാക്കിയ റഷ്യ. കരുത്തോടെ ചെറുത്ത് യുക്രൈൻ. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശിക്കുന്നത് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ. ലക്ഷ്യം ആക്ട് ഈസ്റ്റ് നയത്തിലൂടെ പൗരസ്ത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കൽ. പശ്ചിമേഷ്യൻ സംഘർഷകാലത്ത് ഇന്ത്യക്കാരെ ചേർത്ത് പിടിച്ച ഖത്തറിന് ദോഹയിലെത്തി നന്ദി പറഞ്ഞ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദുമായി കൂടിക്കാഴ്ച. ഇന്ത്യൻ സമൂഹവുമായും ചർച്ച നടത്തി. 15-ാം തീയതി വരെ നീളുന്ന വിദേശ സന്ദർശനത്തിൽ മറ്റ് GCC രാജ്യങ്ങളും അമേരിക്കയും സന്ദർശിക്കും. സംഭാവന തട്ടിപ്പ് വിവാദത്തിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗം ഇന്ന്. ചമ്പത്രായുടെയും അനിൽ മിശ്രയുടെയും രാജിയടക്കം ചർച്ചയ്ക്ക്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 4 പ്രതികളെ പോലീസ് ജയിലിൽ ചോദ്യം ചെയ്യും. ലോകകപ്പിന്റെ ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്. എർലിംഗ് ഹാലൻഡിന്റെ നോർവേയോട് തോറ്റത് 1-2 ഗോളുകൾക്ക്. 7 ഗോളുകളുമായി ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കൊപ്പം ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്താകുന്നത് 1990 ശേഷം ഇതാദ്യം. വിരമിക്കൽ പ്രഖ്യാപിച്ച് സൂപ്പർ താരം നെയ്മർ. മെക്സിക്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനൽ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ബന്ധു നിയമനം വിവാദത്തിൽ കൃഷിമന്ത്രി T. സിദ്ദിഖും ശുപാർശ. ഭാര്യയുടെ ബിസിനസ് പങ്കാളി പ്രണവ് ഹരിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ കടുത്ത പ്രതിഷേധത്തിൽ. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി പ്രളയം. നാടിനെ ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ വിധി ഇന്നില്ല. ആരോഗ്യ പ്രശ്നം മൂലം ജഡ്ജിക്ക് സൗകര്യം. വിധി പ്രസ്താവം ഏറ്റവും അടുത്ത ദിവസം. അച്ഛനെയും അമ്മയും മുത്തശ്ശിയെയും കൊന്ന ചെന്താമരയ്ക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിൽ സുധാകരന്റെ മകൾ. ചെന്താമര പുറത്തിറങ്ങിയാൽ ഭയമെന്നും അഖില ന്യൂസ് 18നോട്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേട് ആരോപണം ശക്തമാക്കുന്നതിനിടെ PSCയുടെ യോഗം ഇന്ന്. നടപടിക്ക് നീക്കങ്ങളുമായി സർക്കാർ. ആഭ്യന്തര അന്വേഷണം വിജിലൻസ് SP-ക്ക് പകരം പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചതിലും വിവാദം. PSC ആസ്ഥാനത്തിന് മുന്നിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഉപനേതാവിനെ തീരുമാനിക്കാനാവാത്ത പ്രതിസന്ധിക്കിടെ LDF യോഗം ചേരാൻ തിരക്കിട്ട നീക്കം. സമാധാനത്തിൽ പോകുന്നതിനിടെ CPIയെ പ്രകോപിപ്പിച്ച് പിണറായി വിജയന്റെ പ്രസ്താവന. പരസ്യമായ അതൃപ്തി പ്രഖ്യാപിച്ച് CPI നേതൃത്വം. ഈ ആഴ്ച തന്നെ യോഗം ചേർന്നേക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഇന്ന് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച. കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കില്ല. ലേബർ കമ്മീഷണർ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരെ കാണും. 10-ാം തീയതി കമ്പനി പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ചർച്ച. വിശദമായി നോക്കാം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇന്നു മുതൽ ആരംഭിക്കും. നാളെ ഖോമിലെത്തുന്ന മൃതദേഹം മറ്റന്നാൾ ഇറാഖിലെ പുണ്യസ്ഥലങ്ങളും വലം വയ്ക്കും. തുടർന്ന് ജൂലൈ 9-നാകും ഖമനേയിയുടെ ജന്മനാടായ മഷാദിൽ സംസ്കരിക്കുക. ചടങ്ങുകൾക്ക് ഇതുവരെ നിലവിലെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി എത്തിയിട്ടില്ല.
അജയ്, വിശദാംശങ്ങൾ. നിലവിൽ ഇറാന്റെ തെരുവുകളിൽ ആളുകൾ ഇരുവശത്തും റോഡിന് ഇരുവശത്തും അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമനയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് ഏതാണ്ട് 10 കിലോമീറ്ററാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സഞ്ചരിക്കുന്നത്. ഈ മൃതദേഹം നിലവിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇമൈം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള ആസാദി സ്ക്വയർ വരെയായിരിക്കും മൃതദേഹം സഞ്ചരിക്കുന്നത്. നാളെയായിരിക്കും മൃതദേഹം കോമിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം കോമിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം പിന്നീട് ഇറാഖിലേക്കായിരിക്കും മൃതദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള യാത്ര കൊണ്ടുപോവുക. ഇറാഖിൽ 2 സ്ഥലങ്ങളിൽ പൊതുദർശനവും അതുപോലെ തന്നെ വിലാപയാത്ര ഉൾപ്പെടെ ഉണ്ടാകും. നജാഫ് അതുപോലെ തന്നെ കർബാല എന്നീ നഗരങ്ങളിലായിരിക്കും ഇറാഖിലെ പൊതുദർശനം ഉണ്ടാവുക. ഈ 2 നഗരങ്ങൾ എന്ന് പറയുന്നത് ഷിയ മുസ്ലിം ആചാരപ്രകാരം വളരെയധികം സുപ്രധാനമായിട്ടുള്ള നഗരങ്ങളാണ്. ഇതിൽ ഈ പറയുന്ന നജാഫ് എന്ന് പറയുന്ന നഗരം ഇപ്പോൾ ഇസ്ലാമിക ആചാര പ്രകാരമുള്ള ഒരു പുണ്യ വ്യക്തിയായിട്ടുള്ള അലി ഇബ്ൻ നബി ത്വാലിബിന്റെ ഒരു മൃതദേഹം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ ജന്മനാടാണ്. ഈ വ്യക്തി എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ ഈ ഒരു പുണ്യസ്ഥലത്ത് അങ്ങനെ നജാഫിൽ മൃതദേഹം എത്തുന്നുണ്ട്. അതുപോലെ ഈ 7-ാം നൂറ്റാണ്ടിലുള്ള ഒരു യുദ്ധത്തിൽ, കർബല യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കൊച്ചുമകൻ കൂടിയായിട്ടുള്ള ഹുസൈൻ ഇബ്ൻ അലിയുടെ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ള കർബാല എന്ന് പറയുന്ന മറ്റൊരു നഗരത്തിൽ കൂടി മൃതദേഹം എത്തിക്കുന്നുണ്ട്. ഇത് ഈ പറയുന്ന 2 നഗരങ്ങളും ഈ ഷിയ മുസ്ലിം ആചാരപ്രകാരം വളരെയധികം പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 നഗരങ്ങളിലേക്ക് മൃതദേഹം എത്തിച്ച് അവിടങ്ങളിലുള്ള പുണ്യസ്ഥലങ്ങളിൽ ഉൾപ്പെടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. അതിനുശേഷം വീണ്ടും ഈ മൃതദേഹം ഇറാനിലേക്ക് എത്തും. ഇറാനിൽ ആയത്തുള്ള അലി ഖമനയുടെ ജന്മനാടായിട്ടുള്ള മഷാദിൽ വെച്ചായിരിക്കും അന്തിമ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനൈ ഈ ചടങ്ങുകൾക്ക് എത്തിയിട്ടില്ല. ആയത്തുള്ള അലി ഖമനയുടെ കൊച്ചുമകൻ കൂടിയാണ്. ഇസ്രായേലിന്റെ ഉൾപ്പെടെ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുജ്തബ വിട്ടുനിൽക്കുന്നത് എന്നാണ് അഭ്യൂഹമുള്ളത്. പക്ഷേ ഇന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്രയും അതുപോലെ തന്നെ അവസാന ദിവസമുള്ള മറ്റ് അന്തിമ സംസ്കാര ചടങ്ങുകളും ഉൾപ്പെടെ ഏറ്റവും സുപ്രധാനമാണ്. അപ്പോൾ ആ ചടങ്ങുകൾക്ക് മുജ്തബ എത്തുമോ എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടവരിൽ മുജ്തബയുടെ പിതാവ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. അതുപോലെ തന്നെ 14 മാസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി അദ്ദേഹം എത്തുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് മാത്രമല്ല, ഇപ്പോഴുള്ള പൊതുദർശനത്തിൽ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ 14 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം എന്ന് പറയുന്നത്. അത് മറ്റുള്ള മൃതദേഹങ്ങളെ അടക്കം ചെയ്തിട്ടുള്ള ആ ഒരു ശവമഞ്ചരത്തിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ഒരു ശവമഞ്ചരത്തിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ മൃതദേഹം വഹിച്ചിട്ടുള്ള ആ പെട്ടിക്ക് പുറത്ത് കുട്ടിയുടെ ഒരു ചിത്രം കൂടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും വേദനയോടെ നോക്കിക്കണ്ട കാഴ്ചയാണ്. മാത്രമല്ല, ഇപ്പോൾ എല്ലാവരുടെയും ഈ ശവമഞ്ചരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഗ്രാൻഡ് മൊസലിലേക്ക് പുറത്ത് ജനങ്ങൾ തടിച്ചുകൂടി അവിടെ അവിടുത്തെ ഭിത്തികളിൽ ഓരോ സന്ദേശങ്ങൾ ഇപ്പോൾ എഴുതുകയാണ്. പ്രധാനമായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള ഒരു മുദ്രാവാക്യങ്ങളുമൊക്കെ ആയിട്ടാണ് ജനങ്ങൾ തെരുവുകളിലേക്ക് ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കൂട്ട ദുരന്തം ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളും ഇറാൻ തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ജനക്കൂട്ടം ഇപ്പോൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കൺജഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അത്യുഷ്ണം ഒഴിവാക്കാനും അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള സഫോക്കേഷൻസ്, ഒരു ഡീഹൈഡ്രേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. മുൻപുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം കൂടി ഇറാൻ നടത്തിയിട്ടുള്ളത്. ഇതിനിടെ ഇന്നലെ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടി ടെലഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇരുവരും ഇനി വരുന്ന ആഴ്ച നേരിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അല്ല അജയ്, അതോടൊപ്പം തന്നെയാണല്ലോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ എങ്ങനെ വിലയിരുത്തണം? പ്രത്യേകിച്ച് ഒരു സീസ് ഫയർ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലെബനനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിലെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും എന്നുള്ള സ്വാഭാവികമായ ചോദ്യം നിൽക്കുകയാണല്ലോ.
ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ നിലവിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഹിസ്ബുള്ളയുടെ ഒരു അന്ത്യം കാണാതെ തങ്ങളുടെ സൈനിക നടപടികൾ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായപ്പോൾ ഇസ്രായേൽ അത് പാലിക്കും എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. ആ സമയത്ത് തന്നെ വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും കൂടി കാണാൻ സാധിച്ചു. അതായത് ഇപ്പോൾ ലെബനനിൽ നിന്ന് പ്രധാനമായിട്ടും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത് വടക്കൻ ഇസ്രായേൽ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വളരെയധികം ക്ഷുഭിതരാണ്. ലെബനനെതിരെ ആരംഭിച്ച സൈനിക നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് അവിടെ ഭൂരിഭാഗം പേരുടെയും ഒരു ആവശ്യമായിട്ട് പല മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ ഇസ്രായേലിൽ ഇപ്പോൾ ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വാഗ്ദാനം ഈ ലെബനനിലും അതുപോലെ തന്നെ ഇറാനിലും ഇറാഖിലും ഉൾപ്പെടെ ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന ഒരു ഭീഷണികൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും, സൈനിക നടപടികൾ തുടരും എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിലുള്ള നീക്കങ്ങൾ ആരംഭിച്ച ബെഞ്ചമിൻ നെതന്യാഹു ഇതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് വലിയൊരു തിരിച്ചടിയാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നെതന്യാഹു ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേലിലുള്ള വിവിധ കോടതികളിൽ ബെഞ്ചമിൻ നെതന്യാഹു അഴിമതി കേസുകളിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രത്യേക സാഹചര്യം കാരണം അത് അനിശ്ചിതമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാൽ ഈ കേസിൽ അറസ്റ്റിലാകുമോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ തന്നിലേക്ക് വരുമോ എന്നുള്ള ഒരു ആശങ്കയും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ സൈനിക നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. നജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മുസ്തഫ അലി ഖമനി ഇപ്പോഴും ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ആയത്തുള്ള അലി ഖമനിയുടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സംസ്കരിക്കുക വ്യാഴാഴ്ചയാണ്, ജൂലൈ 9-നാകും ഖമനിയുടെ ജന്മനാടായ മഷാദിൽ സംസ്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുക. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണവും ലെബനനിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വിലാപയാത്ര ഇന്ന് ആരംഭിക്കും. 9-ാം തീയതി മഷാദിൽ ആയത്തുള്ള അലി ഖമനിയുടെ മൃതദേഹം സംസ്കരിക്കും. 2022 ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഇടവേളയിൽ ആക്രമണത്തിന് ശമനമുണ്ടായെങ്കിലും യുക്രൈൻ പിടിക്കാൻ റഷ്യ വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. യുക്രൈനിയൻ തലസ്ഥാനമായ കീവിലേക്ക് ഇന്നലെ പ്രാദേശിക സമയം അർദ്ധരാത്രി ബാലിസ്റ്റിക് മിസൈൽ അയച്ചാണ് റഷ്യ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയത്. ഒന്നിലേറെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതാണ് യുക്രൈൻ പറയുന്നത്. തുടർന്ന് യുക്രൈനും പ്രത്യാക്രമണം നടത്തി. കോസ്റ്റന്റിനോവ് പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് റഷ്യ. അതിനിടെ ചെറുക്കുകയാണ് സർവശക്തിയും ഉപയോഗിച്ച് യുക്രൈൻ. 10 ബാലിസ്റ്റിക് മിസൈൽ ആദ്യവും അരമണിക്കൂറിന് ശേഷം വീണ്ടും തുടർച്ചയായും ആക്രമണങ്ങൾ ഉണ്ടായതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് കൂടുതൽ ആൾനാശമുണ്ടാകുന്നത് തടയാനായെന്ന് കീവ് മേയർ വിതാലി ക്ലിച്കോ പറഞ്ഞു. ഇന്നലത്തെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്നാണ് യുക്രൈൻ്റെ ഔദ്യോഗിക പ്രതികരണം. കഴിഞ്ഞ ദിവസം റഷ്യയിലെ വിവിധ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് യുക്രൈൻ ആക്രമണം നടത്തിയതോടെയാണ് യുദ്ധ സാഹചര്യം വീണ്ടും കടുത്തത്. പലയിടത്തും യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കോസ്റ്റന്റിനോവിക് പിടിക്കാനുള്ള റഷ്യയുടെ നീക്കത്തെ ശക്തമായി ചെറുത്തു നിൽക്കുകയാണ് യുക്രൈൻ സൈന്യമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. ഡൊണസ്ക് മേഖലയിലേക്കുള്ള ഗേറ്റ് വേ ആണ് കോസ്റ്റന്റിനോവിക്. ഈ പട്ടണം പിടിച്ചതായി വെള്ളിയാഴ്ച റഷ്യ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇത് യുക്രൈൻ നിഷേധിക്കുകയും ചെയ്തു. ആക്രമണം വീണ്ടും ശക്തമായതോടെ യുദ്ധ സാഹചര്യം കടുത്തിരിക്കുകയാണെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിലായിരുന്നു കൂടിക്കാഴ്ച. 6 രാജ്യങ്ങളിൽ ജയശങ്കർ നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഖത്തറിലേക്ക് എത്തിയത്. ഇന്ത്യ ഖത്തർ ബന്ധം വിദേശകാര്യ മന്ത്രിമാരും വിലയിരുത്തി. തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഇവരും ഉറപ്പാക്കുകയും ചെയ്തു. ഉഭയകക്ഷി ബന്ധം, ഊർജ്ജ സഹകരണം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് ഖത്തറിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം കാണിച്ച പ്രത്യേക ജാഗ്രതയ്ക്ക് ജയശങ്കർ നന്ദി പറഞ്ഞു. വാണിജ്യ സഹകരണത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായതായി ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രതികരിച്ചു. 15-ാം തീയതി വരെ 6 രാജ്യങ്ങളിലാണ് എസ് ജയശങ്കർ സന്ദർശനം നടത്തുക. ഖത്തറിന് പുറമെ ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, അമേരിക്ക, ബെൽജിയം രാജ്യങ്ങളും സന്ദർശിക്കും. 10-ാം തീയതി വരെ GCC രാജ്യങ്ങളിൽ ജയശങ്കർ കൂടിക്കാഴ്ചകൾ നടത്തും. 13-നാണ് അമേരിക്കയിൽ എത്തുക.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളിലാണ് സന്ദർശനം. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി പൗരസ്ത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞിടെ മൗറീഷ്യസ്, സീഷെൽസ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലും എത്തിയിരുന്നു. VR കാർത്തിക് ഉണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, ഇന്തോനേഷ്യയിൽ മോദി 4ാം തവണയാണ് സന്ദർശനം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ന്യൂസിലൻഡിൽ ഏകദേശം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 40 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് എത്തുന്നതെന്നും മനസ്സിലാക്കുന്നു. കൂടുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണോ പ്രധാനമന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത്? 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ പുറപ്പെടും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം. പ്രധാനമായും ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വിവിധ രാജ്യങ്ങളുമായി കൂടുതൽ ഉറപ്പുവരുത്തുക, ഒപ്പം വ്യാപാര മേഖലയിലെ പങ്കാളിത്തം, ഈ ഉദ്ദേശലക്ഷ്യങ്ങളോടെയാണ് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം വരുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുന്ന പ്രധാനമന്ത്രി ആദ്യം എത്തുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. ജക്കാർത്തയിൽ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. ASEAN കൂട്ടായ്മയിലടക്കം നിർണായകമായ ഇന്ത്യയുടെ പങ്കാളിയാണ് ഇന്തോനേഷ്യ. പ്രതിരോധ മേഖലയിലെ സഹകരണം, അതോടൊപ്പം തന്നെ വ്യാപാരം, ഊർജ്ജം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അടക്കം വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളുമായി ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. അതോടൊപ്പം തന്നെ മലാക്ക കടലിടുക്കിൽ തന്ത്രപരമായ ഒരു പങ്കാളിത്തം, അതോടൊപ്പം തന്നെ തന്ത്രപരമായ ഇടപെടൽ നടത്തുന്ന രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. നിലവിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ഹോർമൂസ് കടലിടുക്കിലടക്കം ഉണ്ടായ പ്രശ്നങ്ങൾ, സമാനമായ രീതിയിൽ ഒക്കെ മാരിടൈം സെക്യൂരിറ്റി അത് ശക്തിപ്പെടുത്തുന്ന ചർച്ചകളാകും ഇന്തോനേഷ്യയുമായി നടക്കുക. ഈ മലാക്ക കടലിടുക്ക് സംബന്ധിച്ച ചർച്ചകൾ നടക്കും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി യാത്ര തിരിക്കുന്നതാണ്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെടുന്നു. ഇവിടെ നിന്ന് നേരെ ജക്കാർത്തയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഈ സന്ദർശനം എന്നതും ഏറെ നിർണായകമാണ്. ഏതാണ്ട് 1,40,000-ഓളം ഇന്ത്യക്കാരാണ് ഇന്തോനേഷ്യയിൽ ഉള്ളത്. ഇവരൊക്കെ തന്നെ ഈ സന്ദർശനത്തെ ഏറെ ആകാംക്ഷയോടെയും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും എന്ന ഒരു സ്വപ്നത്തോടെയുമാണ് ഈ യാത്രയെ കാണുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് വ്യാപാര മേഖലയിലടക്കം വിവിധ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും ശക്തിപ്പെടുത്താനുള്ള സാധ്യതകളും ഈ ചർച്ചകളിൽ കാണുന്നു. ഇന്തോനേഷ്യയിൽ എത്തുന്ന മോദി അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലെഗിലെ സന്ദർശനം ഓസ്ട്രേലിയയിലേക്കാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ അദ്ദേഹം എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഈ ഉഭയകക്ഷി ചർച്ചയിലും നിർണായകമായ വിഷയങ്ങൾ ചർച്ചയാകും. പ്രത്യേകിച്ച് പ്രതിരോധം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ അടക്കമുള്ള കാര്യങ്ങളിലാകും നിർണായക ചർച്ചകൾ. മാത്രമല്ല അപൂർവ ധാതുക്കളുടെ സമ്പത്തിൽ, പ്രത്യേകിച്ച് ലിഥിയം അടക്കമുള്ളവയുടെ സമ്പത്തിൽ ഓസ്ട്രേലിയക്ക് വലിയ തോതിലുള്ള സമ്പത്ത് ഓസ്ട്രേലിയക്ക് ഉണ്ട്. ഇന്ത്യ ഇലക്ട്രോണിക് വാഹനങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇത്തരത്തിൽ ഇലക്ട്രോണിക് വാഹന ബാറ്ററികൾക്ക് ആവശ്യമായ ലിഥിയം അടക്കമുള്ള നിർണായക ധാതുക്കൾ, അവയുടെ വലിയ കരുതൽ ശേഖരമുള്ള ഓസ്ട്രേലിയയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ നിർണായകമാണ്. ഈ വിഷയത്തിൽ സജീവമായ ചർച്ചകൾ ഓസ്ട്രേലിയയിലും നടക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല മെൽബണിൽ വ്യവസായികളുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. മാത്രമല്ല മെൽബൺ സ്റ്റേഡിയവും അദ്ദേഹം സന്ദർശിക്കും. ക്രിക്കറ്റ് സ്റ്റേഡിയം അദ്ദേഹം സന്ദർശിക്കുന്നതും ഏറെ ഗൗരവത്തോടെയാണ് ഇന്ത്യയും കാണുന്നത്. മറ്റൊന്ന്, ന്യൂസിലൻഡിലേക്കാണ് അദ്ദേഹത്തിൻ്റെ തേർഡ് ലെഗിലെ സന്ദർശനം. ഓസ്ട്രേലിയയിൽ നിന്ന് അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിന് ശേഷം ആണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. 1986-ൽ രാജീവ് ഗാന്ധിയാണ് ഇതിനു മുൻപ് ഔദ്യോഗികമായി ന്യൂസിലൻഡ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 2014-ൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഇതുവരെയും സന്ദർശിക്കാത്തൊരു രാജ്യമാണ് ന്യൂസിലൻഡ്. ആ അർത്ഥത്തിൽ കൂടി ന്യൂസിലൻഡ് സന്ദർശനം ഏറെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നു. പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ന്യൂസിലൻഡിൽ അദ്ദേഹം ചർച്ച നടത്തും. ഏതാണ്ട് 3 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ന്യൂസിലൻഡിൽ ഉള്ളത്. എന്തായാലും സ്വതന്ത്ര വ്യാപാര കരാർ അടക്കമുള്ള കാര്യങ്ങളിലെ നിർണായക ചർച്ചകളാകും ന്യൂസിലൻഡിൽ നടക്കുക എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മോദി പുറപ്പെട്ടിരിക്കുന്നു. ഇൻഡോ പസഫിക്കിൽ നിർണായക സാന്നിധ്യമായ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം, അവരുമായുള്ള ഉഭയകക്ഷി ചർച്ച, അവരുമായുള്ള വ്യാപാര ചർച്ചകൾ, പ്രതിരോധ മേഖലയിലെ സഹകരണം, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയുമായി മലാക്ക കടലിടുക്കിലടക്കം നിർണായകമായ തന്ത്രപ്രധാനമായ സഹകരണം, അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ യാത്ര എന്നതാണ് ഏറെ ശ്രദ്ധേയം. PR കാർത്തികാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.
അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ ബാക്കി ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളെന്ന് ഭാരവാഹികൾ. അബ്ദുൾ റഹീം അസിസ്റ്റൻസ് കമ്മിറ്റി എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് നടത്തിയ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആകെ 48.36 കോടി രൂപയാണ് ലഭിച്ചത്. ഇതിൽ ദിയാധനം നൽകിയ തുക കഴിച്ച് ബാക്കി 12 കോടിയിലധികം രൂപ 2 അക്കൗണ്ടുകളിലായി ബാക്കിയുണ്ട്. ഇന്ത്യയിൽ പിരിച്ച പണം വിദേശത്തേക്ക് കൈമാറിയതിനാൽ ഇൻകം ടാക്സ് നോട്ടീസ് ലഭിച്ചു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അനുമതി ലഭിച്ചാൽ ഫണ്ട് റിലീസ് ചെയ്യുന്നതിൽ തീരുമാനമെടുക്കും. അതുവരെ ഫണ്ട് സുതാര്യമായി സൂക്ഷിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. MP അബ്ദുൾ റഹീം അസിസ്റ്റൻസ് കമ്മിറ്റി എന്ന പേരിലാണ് 2024 ഫെബ്രുവരി 19 ഈ പറയുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് നിയമപരമായി നമ്മൾ ഫണ്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി. അതിലന്ന് ആകെ നമ്മൾ ഡൊണേഷനായി ആളുകൾ നൽകിയത് 48,36,17,317 രൂപ 16 പൈസയാണ്. 12,82,32,555 രൂപ 97 പൈസ നേരത്തെ ആരംഭിച്ച ഈ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ 2 ബാങ്ക് അക്കൗണ്ടിലായി ബാക്കിയുണ്ട്. ഇൻകം ടാക്സിലെ സെക്ഷൻ 12A സെക്ഷൻ പ്രകാരം ഇൻകം ടാക്സിലെ NGOസിന് കിട്ടുന്ന ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകി. ആ അപേക്ഷ ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. കാരണം ഇവിടുത്തെ നിയമപ്രകാരം ഇന്ത്യയിലാണ് ഈ പ്രവർത്തനം നടത്തേണ്ടത്. നമ്മൾ ഇന്ത്യക്കാരനായ ഒരാൾക്ക് വേണ്ടി ഗൾഫിലേക്കാണ്, സൗദിയിലേക്കാണ് ഇവിടെ നമ്മുടെ വിദേശ മന്ത്രാലയത്തിൻ്റെയും കൂടി അനുമതിയോട് കൂടിയിട്ടാണ് ഈ കാര്യം വിനിമയം നൽകിയത്, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ആ പറയുന്ന കാര്യങ്ങൾ ഇൻകം ടാക്സിന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നോട്ടീസ് അയച്ചു. അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻകം ടാക്സിൻ്റെ മുഴുവൻ എക്സംഷനും കിട്ടുന്നത് വരെ ഈ പറയുന്ന ട്രസ്റ്റിൽ ബാക്കി വന്ന തുക അത് സുരക്ഷിതമായി FDയിൽ തന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റ് ജനറൽ ബോഡി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും രൂക്ഷമാകുന്നതിനിടെ ഇടതുമുന്നണി യോഗം ചേരാൻ തിരക്കിട്ട നീക്കങ്ങൾ. ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കഴിഞ്ഞ കാര്യമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ്താവനയാണ് വിഷയം വീണ്ടും വഷളാക്കിയത്. പിണറായിയുടെ പ്രതികരണത്തിൽ CPI പരസ്യമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് മുന്നണി യോഗം ചേരാൻ വൈകിയത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച ശേഷം യോഗം ചേരാനായിരുന്നു ശ്രമം. തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ ആഴ്ച തന്നെ മുന്നണി യോഗം വിളിക്കാനുള്ള ശ്രമം സജീവമാണ്. കോൺഗ്രസിൽ വീണ്ടും ബന്ധു നിയമന വിവാദം. ഭാര്യയുടെ ബിസിനസ് പങ്കാളിക്ക് വേണ്ടി T സിദ്ദിഖ് പ്രണവ് ഹരിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ മന്ത്രിയുടെ ശുപാർശ. പ്രണവ് മന്ത്രിയുടെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയാണ്. കടുത്ത പ്രതിഷേധവുമായി വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി പ്രളയമാണ്. കൽപ്പറ്റയിലെ യുവനേതാക്കളുടെയും പരാതി കത്തിലൂടെയും നേരിൽ കണ്ടുമാണ് പരാതിക്ക് തീരുമാനം എടുക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. VV അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുണ്, നമ്മൾ ബന്ധു നിയമനം ഇത് ആദ്യമായിട്ടല്ല, ഈ ടേമിൽ തന്നെ നമ്മൾ കണ്ടതാണ്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൽ സംഭവിച്ച കാര്യവും അതുതന്നെയാണ്. പിന്നീട് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇപ്പോഴിതാ T സിദ്ദിഖിലും ഈ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ? പ്രതിഷേധം എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ മൗനം എങ്ങനെ കണക്കാക്കണം? T സിദ്ദിഖ് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഇതുവരെ? പേഴ്സണൽ സ്റ്റാഫ് നിയമനം വീണ്ടും കോൺഗ്രസ് സർക്കാരിനെ കുരുക്കാവുകയാണ്. ഇത്തവണ കൃഷിമന്ത്രി T സിദ്ദിഖാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. T സിദ്ദിഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെയാണ് ഇപ്പോൾ ഇത്തവണ ഈ സ്റ്റാഫിലേക്ക് നിയമിക്കാനുള്ള നീക്കം നടക്കുന്നത്. മന്ത്രി മുഖ്യമന്ത്രി നൽകിയ ശുപാർശ കത്തിലാണ് അഡീഷണൽ സെക്രട്ടറിയായി ഇദ്ദേഹത്തെ നിയമിക്കാനുള്ള ശുപാർശ ഉള്ളത്. വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും അവർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസുമായി ഏതെങ്കിലും നേരിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളല്ല ഇപ്പോൾ മന്ത്രി ശുപാർശ ചെയ്തിരിക്കുന്ന പ്രണവ് ഹരി. അയാൾ പലപ്പോഴും കോൺഗ്രസിന്റെ പാർട്ടിക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയ ആൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അനുവദിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൽപ്പറ്റയിലെ യുവ നേതാക്കൾ അടക്കം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും കത്തിലൂടെയുമൊക്കെ പരാതി അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് മുഖ്യമന്ത്രി ഫയൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇതുവരെ നിയമനത്തിന് മുഖ്യമന്ത്രി VD സതീശൻ അനുമതി നൽകിയിട്ടില്ല. തുടർച്ചയായി കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് നേരത്തെയും ഈ പേഴ്സണൽ സ്റ്റാഫ് നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ സണ്ണി ജോസഫിന്റെ ബന്ധുവിനെ, അടുത്ത ബന്ധുവിനെ, അളിയനെ പേഴ്സണൽ സ്റ്റാഫ് നിയമിക്കുക പിന്നീട് പറഞ്ഞുവിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൂർത്തിയായിട്ടില്ല. പ്രൈവറ്റ് സെക്രട്ടറിമാർ പോലും ആകാത്ത മന്ത്രിമാരുമുണ്ട്. അതിനിടെ ഇപ്പോൾ ഒരു മന്ത്രി കൂടി തന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അത് പാർട്ടിക്കകത്തുനിന്ന് വലിയ എതിർപ്പിന് കാരണമായതും. വ്യക്തമാണ്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.
PSC പരീക്ഷാ ക്രമക്കേട് ആരോപണത്തിൽ സർക്കാർ നടപടിക്ക് ഒരുങ്ങുന്നതിനിടെ PSC യോഗം ഇന്ന് ചേരും. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര അന്വേഷണം PSC പ്രഖ്യാപിച്ചിരുന്നു. വിജിലൻസ് SP-ക്ക് പകരം പരീക്ഷാ കൺട്രോളറെ അന്വേഷണം ഏൽപ്പിച്ചതും വിവാദമായി. ഉന്നതതല അന്വേഷണത്തിനുള്ള വഴികൾ സർക്കാരും തേടുകയാണ്. PSC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകും. അരുൺ തന്നെയുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ PSC-യുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ കുറച്ചധികം നാളുകളായി ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് യോഗം ചേരുന്നു, നിർണായകമായ യോഗമാണ്. എന്ത് പ്രതീക്ഷിക്കണം? PSC വലിയ സംശയനിഴലിലാണ്. ഏറ്റവും അധികം യുവാക്കൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം, ഒരു ഭരണഘടനാ സ്ഥാപനം, അതിന്റെ നിയമനങ്ങൾ സുതാര്യമല്ലെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ ആസൂത്രണ വകുപ്പിലെ ചീഫ് നിയമനങ്ങളിലാണ് വിവാദമുണ്ടായിരിക്കുന്നത്. PSC തന്നെ അതിൽ ക്രമക്കേടുണ്ടായി അല്ലെങ്കിൽ തെറ്റുണ്ടായി എന്ന് സംബന്ധിച്ചു. പക്ഷേ ഒരു ക്ലറിക്കൽ എററായി മാത്രമാണ് PSC അതിനെ പ്രൊജക്ട് ചെയ്യുന്നത്. എന്നാൽ അത് ആസൂത്രിതമായ ഗൂഢാലോചന എന്ന വിമർശനം യുവജന സംഘടനകളടക്കം യൂത്ത് കോൺഗ്രസ് അന്വേഷണം അത് ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ SP റാങ്കിലുള്ള PSC അതിനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്തായാലും PSC യോഗം ഇന്ന് ചേരുകയാണ്. നിർണായകമായ PSC യോഗമാണ്. പ്രത്യേകിച്ച് പരീക്ഷാ ക്രമക്കേട് ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. ഒരു നിഴലിൽ നിൽക്കുകയാണ് PSC. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അന്വേഷണവും എങ്ങനെയാകുമെന്നത് സംബന്ധിച്ചും ധാരണകൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ഇന്നുണ്ടാകില്ല. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് വിധി പറയുന്നത് നീട്ടിവെച്ചിരിക്കുന്നത്. വിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചിന്താമണിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊല ചെയ്യപ്പെട്ട സുധാകരൻ്റെ മകൾ ന്യൂസ് 18നോട് പറഞ്ഞു. അഖിലയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് CV അനുമോദിലേക്ക് പോകുന്നു. അനുമോദ്, ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിധിയാണ്, പക്ഷേ ചില അസൗകര്യങ്ങൾ മൂലം മാറ്റിവെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. എന്നത്തേക്കായിരിക്കാം നമുക്ക് വിധി പ്രതീക്ഷിക്കുക? എത്ര മണിക്കുള്ളിൽ അറിയാൻ കഴിയും? ഹരി, ഇന്ന് ശാരീരിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ കേസിൽ വിധി ഉണ്ടാകില്ല എന്നാണ് ജഡ്ജിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേസ് ഇന്ന് പരിഗണിക്കില്ല. ഒരുപക്ഷെ എന്ന് പരിഗണിക്കുമെന്ന് നമുക്ക് 11 മണിയോടെ അറിയാൻ സാധിക്കും. അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ നാളെയോ മറ്റന്നാളായിട്ട് തന്നെ ഈ വിധി വരാനുണ്ട്. ഇതിൻ്റെ വാദപ്രതിവാദങ്ങളും മറ്റും എല്ലാ നടപടികളും പൂർത്തിയായ സ്ഥിതിക്ക് ഇനി വിധി പറയൽ മാത്രമാണ് ബാക്കിയുള്ളത്. 2025 ജനുവരി 27-നാണ് സുധാകരനെയും ലക്ഷ്മിയെയും ചെന്താമര വെട്ടി കൊലപ്പെടുത്തിയത്. അതിനു 6 വർഷം മുൻപ് സുധാകരൻ്റെ ഭാര്യ സജിതയെയും ഇയാൾ വെട്ടിക്കൊണ്ടിരുന്നു. അന്ധവിശ്വാസമാണ് ഈ പ്രശ്നങ്ങളിലേക്ക്, ഈ ഒരു കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പോലീസും പറയുന്നത്. എന്നാണെങ്കിലും വലിയ വാദപ്രതിവാദങ്ങൾ നടന്ന ഒരു കേസാണ് ഈ ഇരട്ടക്കൊലക്കേസ്. 82 സാക്ഷികളെ വിസ്തരിച്ചു. 4 പേർ അതിൽ കൂറുമാറിയിട്ടുണ്ട്. അതിലൊന്ന് ഒരു സാക്ഷിയായിട്ടുള്ള ആളാണ്. മറ്റ് 2 പേർ ചെന്താമരയുടെ സഹോദരനും ഭാര്യയും എൻ്റെ അടുത്തുള്ളൊരു സ്ത്രീയുമാണ്, അയൽവാസിയുമാണ്. പക്ഷേ ഈ ഒരു സാക്ഷികളുടെ കൂറുമാറ്റമൊന്നും കേസിനെ ബാധിക്കില്ല എന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുന്നത്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഇതിന് ഉപോത്ബലമായിട്ട് തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ മുൻപത്തെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഈ കേസിൽ വിധി പറയുമ്പോൾ അതുകൂടി പരിഗണിക്കുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ളത്. എന്നാണെങ്കിലും കഴിഞ്ഞ കൊലപാതക കേസിൽ ഇരട്ട ജീവപര്യന്തമാണെങ്കിൽ ഈ ഒരു ഇരട്ട കൊലപാതക കേസിൽ ഒരുപക്ഷെ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇയാൾ പുറത്തിറങ്ങാതിരിക്കാനുള്ള അത്ര കടുത്ത ശിക്ഷ തന്നെ, ഒരുപക്ഷെ വധശിക്ഷ തന്നെ നൽകണമെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചിരിക്കുന്നത്. വാദപ്രതിവാദങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ വിധി പറയും എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. ഇന്ന് വിധി പറയാത്ത സാഹചര്യത്തിൽ ചെന്താമരയും കോടതിയിലേക്ക് കൊണ്ടുവരില്ല എന്നാണ് അറിയാനായിരിക്കുന്നത്. ചെന്താമരയും കോടതിയിലേക്ക് എത്തുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ വിധി പറയും എന്നാണ് മനസ്സിലാവുന്നത്. വധശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷനും വാദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്നു. അതായത് അനുമോദ് കൊല ചെയ്യപ്പെട്ട സുധാകരൻ്റെ മകളോട് സംസാരിച്ചിരുന്നു. അഖിലയുടെ വാക്കുകളിലേക്ക്. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊല കേസിലെ വിധി ഇന്ന് പറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ജഡ്ജിക്ക് സുഖമില്ലാത്തതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. നമ്മോടൊപ്പം ചേരുന്നത് സുധാകരൻ്റെയും ശ്രീധരുടെ മകളായ അഖിലയാണ്. മോളെ, ഇന്നിപ്പോൾ വിധി പറയുന്ന പ്രതീക്ഷിച്ചതാണല്ലോ, പക്ഷേ ജഡ്ജിയുടെ കാരണത്താൽ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഈ കേസിൻ്റെ പ്രതീക്ഷകൾ?
അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്, അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം, അതാണ് നമ്മൾ ഇതാക്കുന്നത്. ഭയമുണ്ടോ ശരിക്കും അയാൾ പുറത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഓർക്കുമ്പോൾ തന്നെ? അയാൾ ഇറങ്ങിയാലും ഒരാളുടെ ജീവൻ പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിയിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അയാളെ പോലെയുള്ള മുഖസാദൃശ്യമൊക്കെ ഉള്ളവരെ കണ്ടാൽ നമുക്ക് ടെൻഷനാണ്. അയാൾ ഇനി എങ്ങാനും ചാടിയോ എന്നുള്ളത് അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. ഈ വിചാരണയിൽ പലരും കൂറുമാറിയതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അതെ, അത് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റൊക്കെ വിളിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് അറിഞ്ഞു. ഇതിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത ക്രൂരതയാണല്ലോ ഇത് ചെയ്തത്. ഇതിനെങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇപ്പോൾ മോള് പഠിക്കല്ലേ? ഞാൻ പഠിക്കുക, ചേച്ചിയും അവരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത പോകും. പിന്നെ നെന്മാർക്ക് പോയിട്ടില്ല? ഇല്ല, പിന്നെ നെന്മാർക്ക് പോയിട്ടില്ല. ഇപ്പം അവിടെ ആരുമേ ഇല്ലല്ലോ, പുഷ്പിച്ച് അയൽവാസിയൊക്കെ പോയില്ല. എല്ലാവരും പോയി. അവരൊക്കെ പേടിച്ചിട്ട് അവരെല്ലാവരും ഒരാളിനെ കാരണം. ശരിക്കും അന്ന് ഒരു ജാഗ്രത പോലീസ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കപ്പെടുമായിരുന്നു അല്ലേ? അതെ, ആ സമയത്ത് പോലീസിൻ്റെ എൻ്റെ ഫാമിലി ഇല്ലാണ്ട് ഇപ്പം നമുക്ക് പേരൻസ് എന്ന് പറയാൻ ആരുമില്ല. പോലീസിനോട് ഇയാൾ ഇറങ്ങിയാൽ പേടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞിരുന്നോ? ഈ കുടുംബത്തിൽ ഇനിയിപ്പോഴും ഭീഷണി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നോ പോലീസിനോട്? നമ്മൾ ഇതാക്കുന്നുണ്ട്. എന്താണ് ഇനി 2 വർഷം കൂടുമ്പോഴും ഇനി പോലീസുകാരൊക്കെ മാറിക്കഴിഞ്ഞാലും പ്രശ്നം. പരോള് പോലും കിട്ടരുത് അല്ലേ? അതെ, പരോള് പോലും കിട്ടരുത്. ഈ ആദ്യത്തേതിൽ ഇരട്ട ജീവപര്യന്താണ്. അതിലും ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണോ? വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്നാണ്. നമുക്ക് കോടതിൻ്റെ മേലെ വിശ്വാസമുണ്ട്, നല്ല ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കോടതിയിൽ. പ്രതീക്ഷയുണ്ട്. എന്തായാലും കോടതിയിൽ പ്രതീക്ഷയുണ്ട്. വലിയ ഭയമാണ്, അയാൾ ഒരിക്കലും പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് ഈ കുട്ടി പറയുമ്പോൾ അവർ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണത്. അഖിലൂട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ വഞ്ചനയിൽ മനംനൊന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 2ാമത്തെ യുവതിയും മരിച്ചു. ചാവടിനട സ്വദേശി ഐശ്വര്യയാണ് മരിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി യുവതി വഞ്ചിച്ചതിലുള്ള മനോവിഷമത്തിലായിരുന്നു യുവതികൾ വിഷം കഴിച്ചത്. അരുൺ മോഹനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, നമ്മൾ ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഐശ്വര്യയും മരണപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എത്ര മണിക്കായിരുന്നു മരണം സംഭവിച്ചത് എന്നാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ ആയിരുന്നു ഈ പറയുന്ന ഐശ്വര്യ എന്ന ജീവനക്കാരി മരിക്കുന്നത്. ഐശ്വര്യയും ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു ഈ പറയുന്ന വെങ്ങാനൂർ സമീപത്തുള്ള വെണ്ണൂർ സ്വദേശി അഞ്ജുവും ഐശ്വര്യ പനയോട് ചാവടിനട സ്വദേശി ഐശ്വര്യയും വിഷം കഴിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇരുവരും സമീപത്തുള്ള ഒരു ധനകാര്യ സ്ഥാപനം സൂര്യ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു. ഇവിടെ ഉണ്ടായ ഒരു സ്വർണ്ണ തിരിമറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലായിരുന്നു ഇരുവരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇവരുടെ ഒരു സുഹൃത്തായ സിന്ധു നിരവധി തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ് സിന്ധുവിന് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഐശ്വര്യയും അഞ്ജുവും സ്വർണം നൽകാറുണ്ടായിരുന്നു. സ്വർണം നൽകുന്ന ഈ സ്വർണം ഈ സിന്ധുവിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പലിശ കിട്ടുന്ന സ്ഥാപനത്തിൽ പലിശയ്ക്ക് വയ്ക്കുകയും അതിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ ഇവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ പദ്ധതികളെല്ലാം ഇടയ്ക്ക് പൊളിയുകയായിരുന്നു. സാമ്പത്തിക തിരിമറി സിന്ധുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതോടുകൂടി പണയമെടുക്കാൻ എത്തിയവർക്ക് തിരികെ സ്വർണം നൽകാൻ പറ്റാത്തൊരു പശ്ചാത്തലമെത്തുന്നു. ഇത് ഇവരെ ആശങ്കപ്പെടുത്തുന്നു. കാരണം 70 പവനോളം സ്വർണമാണ് ഈ പറയുന്ന സിന്ധു വഴി നടത്തിയെന്നുള്ളതാണ് കൈമാറ്റം ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണയം വെക്കാൻ എത്തിയ സ്വർണങ്ങളായിരുന്നു ഇവയെല്ലാം. ഈ പറയുന്ന അഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് 20 പവന്റെ സ്വർണവും ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് 50 പവന്റെ സ്വർണവുമാണ് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ മനോവിഷമത്തിൽ ആശങ്കയിലായ ഇരുവരും സ്ഥാപനത്തിൽ തന്നെ ഷാർജ ഷെയ്ഖിൽ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഇത് ഈ പറയുന്ന അഞ്ജുവിന്റെ സഹോദരിയോട് പറഞ്ഞതിനെ തുടർന്നാണ് എലിവിഷം കഴിച്ചത് വിവരം അറിയുന്നത്. തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഇരുവരും ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം
അഞ്ചു മരണത്തിന് കീഴടങ്ങി. ഇന്ന് പുലർച്ചെയാണ് ഐശ്വര്യയും കീഴടങ്ങുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നടത്തിയ തട്ടിപ്പിന് നേതൃത്വം നൽകിയ സിന്ധുവിനെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് വിഴിഞ്ഞം പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഉടമയും മറ്റൊരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ബാലരാമപുരം പോലീസാണ് അദ്ദേഹത്തെ ഈ അറസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു വഞ്ചനയുടെ ഭാഗമായി അല്ലെങ്കിൽ തിരിമറിയുടെ ഭാഗമായി 2 ജീവൻ പൊലിഞ്ഞൊരു ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഹരി, ശരി, വ്യക്തമാണ്. രണ്ടാമത്തെ യുവതിയാണ് മരിക്കുന്നത്. ഐശ്വര്യയാണ് മരണപ്പെടുന്നത്. 32 വയസ്സായിരുന്നു പ്രായം. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. നെയ്യാറ്റിങ്കര കാഞ്ഞിരംകുളത്ത് യുവാവിനെ കുത്തിക്കൊന്നു. കണ്ണർവിള സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിലെത്തിയ സംഘമാണ് കുത്തിയത്. കണ്ണർവിളയ്ക്ക് സമീപമായിരുന്നു കത്തിക്കുത്ത്. പ്രായപൂർത്തിയാകാത്ത ഒരാളെ ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ തന്നെ തുടരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, നമ്മൾ രാവിലെ ചർച്ച ചെയ്തതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 4 പേരാണ് എന്നുള്ളത് കൂടി ആകുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ ഭീതി കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നത്. എന്തിൻ്റെ പേരിലായിരുന്നു ഈ തർക്കം? വിശദാംശം. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ കാരണം. രാത്രി 10:30 ഈ പറയുന്ന കാഞ്ഞിരകുളം സ്റ്റേഷൻ പരിധിയിലെ കണ്ണറവിള സ്ഥലത്തായിരുന്നു സംഭവം. അവിടെ മനോജ് എന്ന് വിളിക്കുന്ന മനു ാണ് ഈ പറയുന്ന കത്തിക്കുത്തിനെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ മനുവിന്റെ വീടിന് മുമ്പിൽ എത്തിയ ഒരു വാഹനത്തിലെത്തിയവരുടെ ബൈക്കിലെ പെട്രോൾ തീരുന്നു. തുടർന്ന് പെട്രോൾ ഒഴിച്ചതിന് ശേഷം ബൈക്ക് റൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ശബ്ദം ഈ ചോദ്യം ചെയ്യൽ ഇടവരുന്നു. ഈ വന്ന സംഘം ഈ മനുവിന്റെ വീടിന് സമീപത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇവർക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. എന്നാലും ഇവർ തമ്മിൽ വാക്കേറ്റത്തിലുണ്ടാകുന്നു. വാക്കേറ്റത്തെ തുടർന്ന് ഇവരെ കയ്യാങ്കലിലേക്കും തുടർന്ന് കത്തിക്കുത്തിലേക്കും എത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്തുകയായിരുന്നു. ഈ പറയുന്ന സ്ഥലത്ത് വെച്ച് മനുവിനും മറ്റൊരു ബിജീഷ് എന്ന് പറയുന്ന ഒരാൾക്കും കുത്തേറ്റിരുന്നു. 2 പേരെയും നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ വെച്ച് മനുവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് മനുവിന്റെ മരണം അറിഞ്ഞതിനെ തുടർന്ന് ഇരു വിഭാഗങ്ങൾ തമ്മിൽ അവിടെ വെച്ച് ആശുപത്രിയിൽ വെച്ച് കയ്യാങ്കളിയും ഏറ്റുമുട്ടലും സംഘർഷാവസ്ഥയുണ്ടായി. അവിടെ വെച്ച് പോലീസ് 2-3 പേരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ബിജു അമ്പാടി, ഒപ്പം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി കൂടെ ഉണ്ട്. ഇങ്ങനെ 4 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരുന്നുവെന്നും കൂടുതൽ വ്യക്തത വരും മണിക്കൂർ നമുക്ക് നൽകാനും കഴിയും. ഹരി, കേസെടുത്തേക്കും. കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടെ പരാതിയിൽ കേസെടുക്കാൻ ഉത്തരവിട്ടത്. തൃക്കാക്കര ACP കഴമ്പില്ലെന്ന് കാട്ടി തള്ളിയ പരാതിയിലാണ് കോടതി നടപടി. നേരത്തെ കടവന്ത്ര പോലീസ് തള്ളിയ ടിനി ടോമിനെതിരെയുള്ള പരാതിയിലും നടപടിയെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. അതേസമയം അമ്മയിൽ മോഹൻലാലിന്റെ രാജിക്ക് കാരണം പവർ ഗ്രൂപ്പാണെന്നാണ് ശ്വേതാ മേനോന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഒരു സാധാരണ സ്ത്രീക്ക് മലയാള സിനിമയിലെ ആ പവർ ഗ്രൂപ്പിനെ ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാനാവില്ല. ഇക്കാര്യം താൻ അമ്മ പ്രസിഡന്റായി മത്സരിച്ച അന്നു മുതൽ ഇന്ന് വരെ നേരിട്ട ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാകുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. 13 വയസ്സുകാരുടെ വ്യാജ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കാലിൽ ബൂട്ടിട്ട് ചവിട്ടി വരച്ചെന്നും മുടിയിൽ പിടിച്ചു വലിച്ചെന്നും യുവാവ് പറയുന്നു. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ഉപദ്രവിച്ചെന്നും ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് CPM-ന്റെയും DYFIയുടെയും നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. ശശിനാരായണനുണ്ട് വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, നമ്മൾ ആദ്യം കണ്ട കേസല്ല പിന്നെ മൊഴി മാറ്റി പറയുന്നു. പോലീസിന് ഒരു ക്ലൂവില്ലാതെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിമാറ്റം വല്ലാത്ത രീതിയിൽ പോലീസിനെ കുഴപ്പിക്കുകയും ചെയ്തു. അതിനിടയിലാണ് പോലീസിനെതിരെ ഇപ്പോൾ ഒരു പരാതിയുമായിട്ടും ഈ യുവാവ് രംഗത്തെത്തുന്നത്. ക്രൂരമായി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? പോലീസിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പരാതിയാണ് ഉയർന്നത്. അത് ഈ പെൺകുട്ടി വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് ഈ യുവാവ്, അതായത് അന്ന് അറസ്റ്റ് ചെയ്ത് അന്ന് കസ്റ്റഡിയിലെടുത്ത യുവാവാണ്
ഈ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബൈപ്പാസ് കഴിഞ്ഞ യുവാവാണ്. 3-ാം തീയതി വൈകിട്ടാണ് മസ്തിയിൽ പോലീസ് വീട്ടിലെത്തിയതിനു ശേഷം യുവാവിനെ പിടിച്ചുകൊണ്ട് SI അടക്കമുള്ള കൂടൽ പോലീസ് സ്റ്റേഷനിലെ SIയും പോലീസുകാരും അടക്കമുള്ള സംഘം വാഹനത്തിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നുള്ള പരാതി വരുന്നത്. അതുപോലെ തന്നെ ബൂട്ടിട്ട കാലിലെ ഇതുകൊണ്ട് പുറത്ത് ചവിട്ടുകയും അതുപോലെ തന്നെ വിരലുകൾ ചവിട്ടി ഒടിക്കുകയും കൈക്കും ചെവിക്കും പരിക്കേൽക്കുകയും ചെയ്തു. ബൈപ്പാസ് കഴിഞ്ഞ യുവാവാണ്. താൻ ബൈപ്പാസ് ആണ് കഴിഞ്ഞ യുവാവാണെന്നും ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും പറഞ്ഞിട്ടും പോലീസ് ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് യുവാവിന്റെ പരാതി. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ആ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കേസ് വലിയ വിവാദമായതോടെ ഈ മർദ്ദന വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPIയുടെയും CPMന്റെയും നേതൃത്വത്തിൽ നിന്ന് DYFIയുടെയും CPMന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു 12 മണിയോടുകൂടി ഇന്നുണ്ടാവും. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബവും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ പരാതി ലഭിച്ച ഉടനെ പോലീസ് തിടുക്കത്തിൽ കാണിച്ച കാര്യങ്ങളാണ് ഇത്തരം ഒരു വിനയായി മാറിയതെന്നും പറയുന്നുണ്ട്. അതേസമയം ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പോലീസ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള നടപടികളാണ്. തെളിഞ്ഞതാണ് പെൺകുട്ടി പീഡനത്തിന് ഇടയായിട്ടില്ല എന്നുള്ളത്. അതിനിടയിലാണ് ഈ വ്യക്തിയെ പോലീസിന്റെ ആക്രമണത്തിന് ഇരയായത്. ബൂട്ടിട്ട കാലുകൊണ്ടും ലാത്തി കൊണ്ടും ഒക്കെ അടിച്ചെന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിനിടയിൽ നമ്മൾ രണ്ടാമത്തെ കളി മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം. ഇംഗ്ലണ്ട് 3-2 ജയിച്ച് ഇംഗ്ലണ്ടും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. ഇനി നോർവേയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും ക്വാർട്ടർ ഫൈനലിൽ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മത്സരത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഫുട്ബോളത്തിൽ എൽദോ ചെയ്തു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.